ഈ കാണുന്ന കിടിലം കോമ്പ് കിട്ടുന്ന ഒരു സ്പോട്ട് കാണുന്ന നമ്മൾ പോയിട്ടുള്ളത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അല്ലവല് സുബൈക്ക് നമ്മളെ സൂര്യനൊക്കെ നീച്ച് വരണക്കാട്ടി മുമ്പ് നമ്മളിന്ന് നേരെ നടന്നു പോണത് നമ്മളൊരു ചെങ്ങായിന്റെ കൂടെ നല്ലൊരു കിടിലം ഫുഡ് കഴിക്കാനാണ്. ഇതാണ് നമ്മളെ ചെങ്ങായി സെപ്പുട്ടി, ബഹ്റൈനിലാണ് ആള്. നീണ്ട 4 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ചെക്കനെ നമ്മൾ നേരിട്ട് കാണുന്നത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെറുപ്രായത്തിൽ തന്നെ ബഹ്റൈനിക്ക് കയറപ്പെട്ട ഒരു മനുഷ്യനാണിത്. നാട്ടിൽ എത്തുമ്പോഴൊക്കെ നമ്മൾ വിളിക്കലുണ്ട്, കാണാൻ പൂതിയാവുന്ന കയറണ്ട്. പക്ഷെ നമുക്ക് അതിന് ഭയങ്കര ബിസി ആയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ നമ്മളെ വണ്ടിക്ക് തിന്നാൻ കൊടുത്തുകാണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഈ റബ്ബറൈസ്ഡ് റോട്ടുമ്പോ കൂടെ നമ്മൾ നേരെ പോണത് നമ്മളെ സ്വന്തം കോറാടുള്ള മുബാറക് ഹോട്ടലിലാണ്. ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ തിരൂരുള്ളവർക്കൊക്കെ അറിയാം. കാരണം ഈ കാണുന്ന ബൈക്കുകളിൽ അധികം മുമ്പെടുക്ക് വന്നതാണ്. അങ്ങനെ ഉള്ളിൽ കയറിയാണ്ട് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൻ ചാപ്സും നല്ല അടിച്ച മൊരിഞ്ഞ പൊറാട്ടയും. ഇവിടുത്തെ മെയിൻ ആയിട്ട് ഈ പൊറാട്ടയും മട്ടൻ ചാപ്സും ആണ്. ഈ പൊറാട്ടന്റെ ഒരു സൈസ് തന്നെ നിങ്ങൾ നോക്കി, ഒരു പൊറാട്ട മതി ഒരു മനുഷ്യർക്ക് ഉഷാറായിട്ട് കഴിക്കാൻ. അത്രക്കും ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടാണ് ഇവര് സർവ് ചെയ്യുന്നത്. നമ്മുടെ ചങ്ങായാണെങ്കിൽ വെള്ളപ്പാട് പറഞ്ഞത് എന്നും പൊറാട്ട വെച്ചിട്ട് നമ്മളെ സഫാർക്ക് ചടച്ചിക്കണം. അതാണ് ഇതിന്റെ യഥാർത്ഥ സെറ്റപ്പ് വരുന്നത്. ഈ പൊറാട്ടന്റെ മേലേക്ക് ഈ മട്ടൻ ചാപ്സിന്റെ കറി കണ്ട് വയ്ക്കണം. അതിൽ നിന്ന് ഓരോ പീസൊക്കെ വെക്കുമ്പോൾ സ്മെല്ല് നമ്മളെ മൂക്ക് കൊണ്ട് അടിച്ച് കയറിയിട്ട് ആകെ നമ്മളെ കിളി. പിന്നെ ആ പൊറാട്ട എന്നൊരു പീസ് എടുത്താണ് നമ്മളെ തൊള്ളേക്ക് കൊണ്ട് വെച്ച് തിന്നണ മിദ്രാജിക്കാന്റെ ഫീലിംഗ് നോക്കാണ്. ഇത് നിങ്ങൾ കണ്ടിരുന്നാൽ മതി. നേരെ വിട്ടോളി നമ്മളെ കോറാടുള്ള മുബാറക് ഹോട്ടലിൽ. നമ്മളെ പ്ലേറ്റ് കാലിയാക്കിയാണ് നമ്മൾ നേരെ ബില്ലും കൊടുത്താണ്ട് നേരെ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി. സ്പോട്ട് മറക്കണ്ട നമ്മളെ കോറാട് മുബാറക് ഹോട്ടൽ. ഈ കാണുന്നതാണ് നമ്മളെ ചങ്ങായി കൊടുന്ന വണ്ടി. ഈ വണ്ടി വെള്ളം കണ്ടിട്ട് തന്നെ മാസങ്ങളോളായി. കരയിലെത്തിയപ്പോ ഇന്നെ വിളിച്ചാൽ നിങ്ങൾ തിന്നാൻ പോയില്ലെന്ന് പറഞ്ഞാൽ തെറ്റിക്കണം പെങ്ങളൊട്ടിനാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഈ ബുക്കിന്റെ ഗിവ് ഞാൻ ഇട്ടന്ന് മുതൽ എനിക്ക് മെസ്സേജ് ആണ് ചോദിക്കുന്നത്. ഞാൻ നാട്ടുകാരും എനിക്ക് വായിക്കാൻ തരുമോ വായിക്കാനാക്കണ്ടാന്നേ. ഇജ്ജ് സ്വന്തമായിട്ട് എടുത്തോ, ഇജ്ജ് ബഹ്റൈൻ കണ്ട് കൊണ്ടേക്കോന്ന് പറഞ്ഞാൽ ഓനക്കൊരു പുതിയ ബുക്ക് കണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, മാ സലാമ.